ഹലോ ഗായ്സ്, വിഷ് എ ഹാപ്പി ഓണം. ഇപ്പൊ ഇന്ന് ഓണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇതേപോലൊരു ആപ്ലിക്കേഷൻ കിട്ടിയത്. കാരണം ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ ആപ്ലിക്കേഷൻ. ഇതിന് നിങ്ങൾ ഒരു വർക്ക് പോലും ചെയ്യണ്ട, ഒരു കാര്യവും ചെയ്യണ്ട. പക്ഷേ ഇപ്പം ഈ നിമിഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഞാൻ പറയുന്ന സെറ്റിങ്സ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ തന്നെ ആപ്ലിക്കേഷൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഫോൺ നിങ്ങൾക്ക് കുത്തിയിടാം, ഫോൺ നിങ്ങൾക്ക് എന്ത് വേണേലും കാണിക്കാം, ഫോൺ നിങ്ങൾക്ക് എന്ത് വേണേലും കളിക്കാം, ഫോൺ നിങ്ങൾക്ക് വാട്സപ്പ് നോക്കാം, ഫേസ്ബുക്ക് നോക്കാം, ഇൻസ്റ്റ നോക്കാം, എന്ത് വേണേലും കാണിച്ചോളൂ. ആപ്ലിക്കേഷൻ വർക്ക് ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി വർക്കാവും. റീസെന്റ്ലി വിടണ്ട, ഒന്നും ചെയ്യണ്ട, നോ വർക്ക്. പക്ഷെ കാശ് കിട്ടും ഡോളേഴ്സിൽ. അതും സൈനപ്പ് ബോണസ് $5 തരുന്ന ഒരു ആപ്ലിക്കേഷൻ. 500% നിങ്ങൾക്ക് പേയ്മെന്റ് തരും. അത്രയ്ക്ക് വേറെ ലെവൽ ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക. കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചെയ്തു വെക്കാനുണ്ട്. കൂടെ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഉണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കുറെ കൂടെ നൈസായിട്ട് പേയ്മെന്റ് വേഗം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ പേപ്പാൽ വഴിയാണ് പേയ്മെന്റ്. പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തവർ പേടിക്കേണ്ട, അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി വെറും 5 മിനിറ്റ് മതി. KYC വേണ്ട, ഒരു തേങ്ങാക്കൊലയും വേണ്ട. നമുക്ക് Paytm പോലെ ജസ്റ്റ് ഒരു ഇമെയിൽ ID, ഒരു ഫോൺ നമ്പർ, ഇത്രയും മതി പേപ്പാൽ അക്കൗണ്ട് തുടങ്ങാൻ. പേപ്പാൽ അക്കൗണ്ട് ഇന്റർനാഷണൽ കമ്പനികൾക്ക് മാത്രം ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്താനാണ് പേപ്പാൽ അക്കൗണ്ട്. സോ Paytm-നേക്കാളും 100% വിശ്വസിക്കാം. സേഫ് ആൻഡ് സെക്യൂർ ആണ് പേപ്പാൽ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. പ്രത്യേകം ഞാൻ പറയുന്ന സെറ്റിങ്സ് പറയുന്നത് പോലെ തന്നെ ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടില്ല, ആപ്ലിക്കേഷൻ വർക്ക് ആവും, എല്ലാം ആണ്. പിന്നെ പേയ്മെന്റ് ഫെയിൽഡ് ആവും, റിസീവ് ആവത്തില്ല. അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പം ആപ്ലിക്കേഷൻ 100% വർക്ക് ആവണം, പേയ്മെന്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സാധാരണ ഒരു ആപ്ലിക്കേഷൻ പോലെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് കാണുക. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്രോമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ബ്രൗസറിലേക്ക് വരുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വർക്കാവില്ല. അപ്പം അത് നിങ്ങളിപ്പം പെട്ടെന്ന് പോയി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് 3 ഓപ്ഷൻസ് ചോദിക്കും. ബേസിക് ഡാറ്റ, യൂസേജ് ഡാറ്റ, അതുപോലെ ഓഡിയൻസ് ഡാറ്റ. ഇങ്ങനെ 3 ഓപ്ഷൻസ് ചോദിക്കും. ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ടിക്ഡ് ആയിരിക്കും. നിങ്ങളത് മാറ്റിയതിന് ശേഷം ബേസിക് ഡാറ്റ ടിക്ക് ചെയ്യണം. അതിനുശേഷം ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ മുകളിൽ സൈനപ്പ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ ഇമെയിൽ ഐഡിയോ പാസ്വേഡോ കൊടുക്കാൻ പാടില്ല. അവിടെ കൊടുത്ത് സൈനപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അത് അഡ്വർടൈസ്മെൻ്റ് ആണ്, അല്ലാതെ അത് ഒറിജിനൽ സൈനപ്പ് ചെയ്യാനുള്ള നമ്മുടെ ഓപ്ഷൻ അല്ല. അതിനുശേഷം നിങ്ങൾ ബേസിക് ഡാറ്റ കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇമെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കുന്നതായിരിക്കും. അതേപോലെ പല ഓപ്ഷൻസ് ഇവിടെ കാണുന്നതായിരിക്കും. നിങ്ങൾ അവിടെ പിന്നെയും ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് 3 ഓപ്ഷൻസ് വരും. ഒന്ന് നിങ്ങൾക്ക് വിൻഡോസിൻ്റെ ഓപ്ഷൻ വരുന്നതായിരിക്കും ഇവിടെ താഴെ. 2 നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഓപ്ഷൻ, 3 ആൻഡ്രോയിഡിൻ്റെ ഓപ്ഷൻ. സോ നിങ്ങൾ സിസ്റ്റത്തിലാണ്, നിങ്ങൾ സോഫ്റ്റ്വെയറിലാണ്, വിൻഡോസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ആപ്പിളിൻ്റെ മൊബൈലിലാണെങ്കിൽ അത്, ആൻഡ്രോയിഡിലാണെങ്കിൽ ആൻഡ്രോയിഡ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അന്നേരം നിങ്ങളുടെ അടുത്തൊരു പോപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരും. നിങ്ങൾ ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ ഇവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാളിംഗ് എന്ന് കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ സ്കാൻ ആവുന്നതായിരിക്കും. സ്കാനിങ് ആയതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹണിഗെയിൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് പിന്നെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവിടെ താഴെ ഐ എഗ്രി ദ ടേംസ് ഓഫ് യൂസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൗ ടു ഗെയിൻ ഹണിഗെയിൻ വർക്ക്സ്, ഹൗ ഹണിഗെയിൻ വർക്ക്സ്, അല്ലെങ്കിൽ സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത്. എന്തുപോലെ ഈ ഓപ്ഷൻ നിങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പോകരുത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ യൂസ് മൊബൈൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് മൊബൈൽ ഡാറ്റ അലോ ചെയ്യുക.
അലോ ചെയ്യുമ്പോൾ സെറ്റ് മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ലിമിറ്റ് നിങ്ങളുടെ അടുത്ത് ഇവിടെ ചോദിക്കും. സെറ്റ് മൊബൈൽ ഡാറ്റ ലിമിറ്റ്. അപ്പോൾ നിങ്ങളത് എനേബിൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഡാറ്റ ലിമിറ്റ് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ 5 GB എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. 5 GB. ഓക്കെ, GB നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഇവിടെ നിങ്ങൾക്ക് GB കാണാമല്ലോ. ഇവിടെ 5 എന്നും ഉണ്ട്. അപ്പോൾ 5 GB എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം. ഇതൊരു മന്തിലെയാണ് കേട്ടോ. ഒരു മാസം നിങ്ങൾക്ക് 5 GB ഡേറ്റ നിങ്ങൾ ആപ്ലിക്കേഷന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചില ദിവസം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ദിവസം ഞാൻ 1.5 GB പാക്കാണ് ചാർജ് ചെയ്യുന്നത്. സോ എനിക്ക് മാസം 45 GB കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ 45 GB കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു 30, ഒരു 25, 35 ചിലപ്പോൾ അത്രയൊക്കെ ഞാൻ യൂസ് ചെയ്യത്തുള്ളായിരിക്കും. അപ്പോൾ ഒരു മാസം നമുക്കൊരു 10 GB കൂടുതൽ നമുക്ക് ബാക്കി വരുമല്ലോ. അപ്പോൾ ഈ ബാക്കി വരുന്ന ഡേറ്റ നമ്മൾ ജിയോയ്ക്കാണെങ്കിലും എയർടെല്ലാണെങ്കിലും ബി എസ് എൻ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാറുണ്ടോ? നമ്മൾ തിരിച്ചു കൊടുക്കാറില്ല, തിരിച്ചെടുക്കത്തുമില്ല. അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. അപ്പം അങ്ങനെ തിരിച്ചെടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഹണി ഗെയിൻ എന്ന ആപ്ലിക്കേഷൻ. എന്തുകൊണ്ടും എല്ലാ യൂസേഴ്സിനും, എല്ലാ മൊബൈൽ യൂസേഴ്സിനും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ചെയ്ത് കൊടുക്കാതെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ 5 GB എന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 5 GB വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ GB നിങ്ങൾക്ക് MB ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ GB തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് MB ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ MB ആക്കേണ്ട, അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ താഴെ അലോ യൂസേജ് ഓൺ ബാറ്ററി എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എസ് വെക്കണം, നോ വെക്കാൻ പാടില്ല, എസ് വെക്കണം. എസ് വെച്ചിട്ട് താഴത്തെ ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസേബിൾ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അടിച്ച് കളയരുത്. അത് പകരം നിങ്ങൾ ഡിസേബിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ അലോ ചെയ്യണം. അലോ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ അടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പം ഓപ്പണായി വന്നു. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ ഈ സൈനപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അത് ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡും ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റെഡീം കോഡ്, പ്രൊമോ കോഡ് ഇവിടെ ചോദിക്കുന്നതായിരിക്കും. ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുക്കുക. അതെടുത്തതിന് ശേഷം അത് അവിടെ അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് $5 സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇമെയിൽ ഇവിടെയാണ് അടിക്കേണ്ടത്. അല്ല സൈറ്റിൽ പോയി അടിച്ചവർക്കൊക്കെ ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് സൈറ്റിൽ പോയി അടിക്കരുത്. അത് ആഡാണ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണ്. സോ ഇമെയിൽ ഇവിടെ അടിക്കുക, പാസ്വേഡ് ഇവിടെ അടിക്കുക, എന്നിട്ട് ഈ റെഡീം കോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പ്രൊമോ കോഡ്. അപ്പോൾ നിങ്ങളിവിടെ ഇത് രണ്ടും അടിച്ചതിന് ശേഷം ഇമെയിൽ പാസ്വേഡ് അടിച്ചതിന് ശേഷം ഈ റെഡീം കോഡ് ഞെക്കിയിട്ട് ഇവിടെ റെഡീം കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ റെഡീം കോഡ് അടിക്കണം $5 കിട്ടണമെങ്കിൽ. അപ്പോൾ അടുത്ത് ഇങ്ങനെ വീണ്ടും ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നേ ചാടി കയറി ചെന്നിട്ട് ഇവിടെ ഓക്കെ അടിക്കും. ഓക്കെ അടിക്കാൻ പാടില്ല. ഓക്കെ അടിക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ഡു നോട്ട് ഷോ മീ അഗെയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഓക്കെ അടിക്കാൻ. അല്ലാത്തവർ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡു നോട്ട് ഷോ മീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കണം. ഓക്കെ അടിക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് പിന്നെ ഒരു ഓപ്ഷൻ വരും, കൺഫേം ഇമെയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾ അവിടെയും ക്ലിക്ക് ചെയ്യുക. അവിടെയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമെയിൽ കൺഫർമേഷൻ സെൻഡ് എന്ന അടുത്ത ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ അന്നേരം തന്നെ വരുന്നതായിരിക്കും. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇമെയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു അബോർഡ് എന്ന് പറയുന്നൊരു ഇമെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇമെയിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വെരിഫൈ ഇമെയിൽ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ക്രോമിലേക്കോ ബ്രൗസറിലേക്കോ പോകുന്നതിന് പകരം നിങ്ങളുടെ ഹണിഗെയിൻ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ടോക്കൺ നോട്ട് വാലിഡ് എന്ന് കാണിക്കും. അതുകൊണ്ട് ഹണിഗെയിൻ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ചെയ്യരുത്. നിങ്ങൾ അത് ബ്രൗസറിലേക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം പഴയ പേജിലേക്കാണ് തിരിച്ചു വരുന്നത്. നിങ്ങളിവിടെ ഒന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇമെയിലും പാസ്വേഡ് അടിക്കാനോ ഈ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനോ നിൽക്കരുത്. നിങ്ങളിവിടെ വരുമ്പം തന്നെ താനെ ഓട്ടോമാറ്റിക്കലി താഴെ യുവർ ഇമെയിൽ ഹാസ് ബീൻ വെരിഫൈഡ് എന്നുള്ള മെസ്സേജ്, ഒരു പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നുകൂടെ നമുക്ക് റീസെൻ്റ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരിട്ട് ആപ്ലിക്കേഷനകത്ത് എൻ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ബീസ് ഈ തേനീച്ചകൾ ഇവിടെ മൈനിങ് ചെയ്യുകയാണ്, മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈനിങ് നടത്തുന്ന $5 മൈനിങ് ആണ് നടത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 5000 ബിഹേവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈക്വൽസ് ഏകദേശം $5, ഏകദേശമല്ല എക്സാക്ട്ലി ഈക്വൽ ടു $5 ആണ്. ഈ $5 കിട്ടിയത് നിങ്ങളവിടെ പ്രൊമോ കോഡ് അടിച്ചതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ എൻ്റെ 88.7 MB എടുത്തിട്ടുണ്ട്, ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഡിവൈസ് കാണാം. പിന്നെ നമ്മുടെ റെഫർ കോഡ് ഇവിടെ കാണാവുന്നതാണ്. കോപ്പി ചെയ്തിട്ട് നമുക്ക് കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് മോർ എന്ന ഓപ്ഷനിലേക്ക് വരാം. മോർ എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ $20 ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേ ഔട്ട്
എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആ പേ ഔട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേ ഔട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേപ്പാൽ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട് പേപ്പാൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതിൽ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. കാരണം പേപ്പാൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മാത്രം മതി. ഒരു ഇമെയിൽ ഐ ഡിയും ഒരു ഫോൺ നമ്പറും പിന്നെ ഒരു OTP റിസീവ് ചെയ്യുക, അത് മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇവിടെ വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളാണെങ്കിൽ സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ സെറ്റിങ്സിൻ്റെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. എനേബിൾ ചെയ്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡേറ്റ ലിമിറ്റ് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റ കിട്ടുന്നവരാണെങ്കിൽ ലിമിറ്റ് നിങ്ങൾക്ക് മാറ്റാം. അങ്ങനെ ഓപ്ഷനുകളുണ്ട്. ഇനി ഹോമിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള മൈനിങ് നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പം ഡിസ്പ്ലേ ഓവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം പെർമിഷൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പെർമിഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നമ്മുടെ ഹണി ഗെയിൻ വർക്ക് ആവുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ റീസെൻ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ഇടേണ്ടി വരും. ആ നിങ്ങളുടെ ഫോണിൻ്റെ സിസ്റ്റം, നിങ്ങളുടെ വേർഷൻ ആൻഡ്രോയിഡ് സിസ്റ്റം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി പോലും ഇടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ്, ഒരു ഗുളിക കഴിക്കുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് ആക്റ്റീവ് ആണോ അല്ലയോ നിങ്ങൾ നോക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ വേണ്ടി നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് വലിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹണി ഗെയിൻ്റെ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ സാധാരണ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് വലിക്കുക, അവിടെ സംഭവം ഉണ്ടോ നോക്കുക. സംഭവം ഉണ്ടെങ്കിൽ ഓക്കെ ആക്റ്റീവ് ആണെങ്കിൽ അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇത്രയുള്ള കാര്യം. രാവിലെ എഴുന്നേൽക്കുക, ഇത് ചെയ്യുക. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കുക, ആക്റ്റീവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ $20 എന്നാവുന്നോ, നമ്മുടെ $20 എന്ന് കയറുന്നോ ആ സമയത്ത് നമുക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. വേഗം ഇനിയും നിങ്ങൾക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ $20 ആക്കാൻ വേണ്ടിയുള്ള ട്രിക്ക്, അൺലിമിറ്റഡ് ട്രിക്കിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ നോക്കിയിട്ടറിയാം, നമ്മുടെ ഡിവൈസിൻ്റെ നെയിം നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. ഇപ്പം ഈ റെഡ്മി നോട്ടാണ് ഇവിടെ കാണിക്കുന്നത്, ഷവോമിയുടെ റെഡ്മി നോട്ട്. അത് എൻ്റെ ഈ ഫോൺ മാത്രമേ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആരുടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെ ഒക്കെ ഫോണാണ്. അപ്പോൾ അവരുടെ ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് സെയിം ഇമെയിൽ ഉപയോഗിച്ച് അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിവൈസിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് പണി കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3-ലധികം ഡിവൈസുകൾ ഒരേ സമയത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരേ അക്കൗണ്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർക്കും നടക്കും. പക്ഷേ പേയ്മെൻറ്റ് റിസീവ് ആവില്ല. അങ്ങനെ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ തൊടേണ്ട ആവശ്യമില്ല. രാവിലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെ ക്ലിക്ക് ചെയ്യണം? ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. രാത്രിയിലും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ 2 ക്ലിക്കിലൂടെ നിങ്ങൾക്ക് $20 കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരേ ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 15-17 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 3 ഫോണിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, 3 ഫോൺ മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ 5 ഡേയ്സ് ഓർ 6 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് $20 കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൈനപ്പ് ബോണസും കൂടെ ചേർത്താണ് $20 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ $15 മാത്രം ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയാൽ മതി. പിന്നെ വൈഫൈയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ ഡാറ്റ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് വൈഫൈ കിട്ടുന്നിടത്താണെങ്കിൽ അവർ ലക്ഷപ്രഭുക്കളായി മാറും. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഡെലിവർ ആവുന്നതായിരിക്കും നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ അതൊരു ഏകദേശം ഒരു 48 hours എടുക്കും. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ നടക്കും. അപ്പോൾ മാക്സിമം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു 3 days അതിനുള്ളിൽ പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. $20 പേയ്മെൻറ്റ് ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് എടുക്കാവുന്നത്. $20 ആണ് മിനിമം വിഡ്രോ. പക്ഷേ അത് വലിയ കാര്യമൊന്നുമല്ല, കാരണം നമ്മുടെ അൺലിമിറ്റഡ് ട്രിക്ക് പറഞ്ഞില്ലേ. അപ്പോൾ സിമ്പിൾ മാറ്ററാണ്. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓണത്തിന് ഒരു ദിവസമേ ഉള്ളൂ അടിച്ചു പൊളിക്കാൻ, എന്നാലും അടിച്ചു പൊളിക്കുക. കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ആരും പോകണ്ട. അപ്പോൾ അത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.